നെഗറ്റീവ് മാത്രമേ പറയാനുള്ളൂ, ഒന്നും പോസിറ്റീവ് പറയാനുള്ള. സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ ആദ്യത്തെ 10 മിനിറ്റ് ഇല്ല അവിടെ ഇല്ല. ഞാൻ പറയാം, എൻ്റെ പൊന്നാട്ടാൻ്റെ വീട് സത്യത്തിൽ കൊള്ളൂല. ഞാൻ പറഞ്ഞില്ലേ, ഇത് മരിക്കാത്ത ഒരു ഇതുണ്ടല്ലോ, എത്ര വെടിവെച്ചിട്ടും കൊന്നിട്ടും ഇപ്പം അറക്ക വളം വെച്ച് പകുതി വെച്ച് അറുത്താൽ പോലും കമലഹാസൻ മരിക്കത്തില്ല. നായകൻ കണ്ടിട്ട് ഇത് കാണുമ്പോൾ ഒട്ടും കൊള്ളത്തില്ല, ക്ലൈമാക്സ് കൊള്ളത്തില്ല, ഇൻ്റർവെൽ കൊള്ളത്തില്ല. കമലഹാസൻ ഇടയ്ക്കിടയ്ക്ക് മറ്റേ സോംബിയൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു സൗണ്ട്, മറ്റേ വിക്രമിൽ പുള്ളിയുടെ ഒരു സ്ലാങ് ഉണ്ടല്ലോ, അത് കുറച്ച് മേക്കിങ്ങിൽ കുറച്ച് ടെക്നിക്കലി പടം നല്ല രസമുണ്ടായിരുന്നു. സൗണ്ട് അതൊക്കെ കൊള്ളാം, അല്ല അത് പടം വേസ്റ്റാണ്. കമലഹാസൻ സിനിമയാണ്, നല്ല സിനിമ. മണിരത്നം മറ്റൊരു ഹിറ്റാണ്. വൻ ദുരന്തം, ഒട്ടും കൊള്ളത്തില്ല. കമലഹാസനൊക്കെ വൻ ഫ്ലോപ്പ്. പിന്നെ എന്ത് പറയണ്ട, ജിമ്പാണെങ്കിൽ കമലഹാസനാണ്. കഥയില്ല, ഒരു കഥയില്ല പടം. എന്തിനാ എടുത്ത് വെച്ചേക്കുന്നതെന്ന് അറിയത്തില്ല, ഒരു കഥയില്ല. ആകെ ക്യാമറ മാത്രം കൊള്ളാം. പടത്തിനകത്ത് എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവ് ക്യാമറ മാത്രമുണ്ട്. കഥയും ഫ്ലോപ്പ്, തിരക്കഥയും ഫ്ലോപ്പ്, വൻ ദുരന്തം. കഴിഞ്ഞ ദിവസം ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് മാത്രം വരട്ടെ. മണിരത്നം കമലഹാസൻ കോമ്പോ ഒന്നും ഇതിനെ പറയാൻ പറ്റത്തില്ല. മണിരത്നത്തിൻ്റെ ഒരു ടച്ചും ഇല്ലാത്തൊരു പടം. തഗ് ലൈഫ് ആദ്യത്തെ 10 മിനിറ്റ് ലാസ്റ്റത്തെ 10 മിനിറ്റും കൊള്ളാം. സൂപ്പർ പടം. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, പക്ഷേ എത്ര ചാവുന്നില്ല, എത്ര കൊണ്ടിട്ട് ചാവാത്ത ഒരു മനുഷ്യ, ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി കഥകളൊക്കെ കൊള്ളാം, എത്ര അടി കൊണ്ടിട്ട് ചാവുന്നില്ല. സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ ആദ്യത്തെ 10 മിനിറ്റ് ഇല്ല അവിടെ ഇല്ല. ഞാൻ പറയാം, ആദ്യത്തെ 10 മിനിറ്റ് ലാസ്റ്റത്തെ 10 മിനിറ്റും കൊള്ളാം. ബാക്കി പടം കൊള്ളൂല, സീരിയസ് ആയിട്ട് കൊള്ളൂല. അത് തന്നെ പടം കൊള്ളൂല. കമലഹാസൻ അങ്ങനെ ചാവൂല. അല്ല പടം കൊള്ളൂല ബ്രോ, സീരിയസ് ആയിട്ട് പോയി കാണാൻ കൊള്ളൂല. 10ൽ 5 റേറ്റിംഗ് അങ്ങോട്ടല്ലേ ഉള്ളൂ, അതിനെക്കാട്ടിലും ഭയങ്കര മോശം. ഞാൻ സിനിമാറ്റോഗ്രാഫി എക്സ്പെക്ട് ചെയ്തിട്ടാണ് വന്നത്, അതുപോലും കൊള്ളൂല സീരിയസ് ആയിട്ട്. വേറെ ഒന്നും പറയില്ല, സത്യത്തിൽ എൻ്റെ പൊന്നാട്ടാൻ്റെ വീട് സത്യത്തിൽ കൊള്ളൂല. ശരിക്കും കുഴപ്പമില്ല, പടം കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ എന്താണ്, ഞാൻ പറഞ്ഞില്ലേ, ഇത് മരിക്കാത്ത ഒരു ഇതുണ്ടല്ലോ, എത്ര വെടിവെച്ചിട്ടും കൊന്നിട്ടും ഇപ്പം അറക്ക വളം വെച്ച് പകുതി വെച്ച് അറുത്താൽ പോലും കമലഹാസൻ മരിക്കത്തില്ല. ആ ഒരു അത് ശരിയാവത്തില്ല. അത് കണ്ടിട്ട് അത് തൃപ്തി വരുന്നില്ല. അത് ആ ഒരു നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. കൊള്ളാം, നല്ലതാണ്. ഹൊറിബിൾ ഒട്ടും കൊള്ളത്തില്ല ബ്രോ, ഒട്ടും കൊള്ളത്തില്ല. മണിരത്നം അറിയാമല്ലോ, മണിരത്നം ഇന്നലെ കൂടെ നായകൻ കണ്ടായിരുന്നു. നായകൻ കണ്ടിട്ട് ഇത് കാണുമ്പോൾ ഒട്ടും കൊള്ളത്തില്ല, ക്ലൈമാക്സ് കൊള്ളത്തില്ല, ഇൻ്റർവെൽ കൊള്ളത്തില്ല. ഇൻട്രോ ബീജമൊക്കെ വൻ കോമഡിയാണ്. STRൻ്റെ ബീജമൊക്കെ വൻ കോമഡിയാണ്. പിന്നെ പറയാൻ കമലഹാസനും അത്ര പോരാ, ചിമ്പ് കൊള്ളാം, അല്ലാതെ പറയാൻ ഇത്ര പോരാന്നല്ല, കൊള്ളത്തില്ല, ഒട്ടും കൊള്ളത്തില്ല. ഒട്ടും കൊള്ളത്തില്ല കേട്ടോ, എനിക്ക് ഒട്ടും വർക്കായില്ല. ഒട്ടും കൊള്ളുന്നത് തന്നെ ഞാൻ ഫസ്റ്റ് ഹാഫ് കൊള്ളത്തില്ല, സെക്കൻഡ് ഹാഫ് ഒട്ടും കൊള്ളത്തില്ല. ക്ലൈമാക്സ് പോർഷനൊക്കെ എന്തൊക്കെയോ അങ്ങ് എടുത്ത് വെച്ചിരിക്കുന്ന പോലെയാണ് തോന്നിയത്. ആ പടി സിനിമ ഇരിച്ച് നല്ലതെന്ന് പറയാനുള്ള ആദ്യം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോർഷൻസ് ഉണ്ട്, അപ്പോൾ അത് മാത്രം നല്ലതായിരുന്നു. ബാക്കിയെല്ലാം അപരാധം കണക്കാണ് തോന്നിയത്. ഒട്ടും കൊള്ളത്തില്ല. ക്ലൈമാക്സിലൊക്കെ എന്തോ കാണിച്ചു വെച്ചിരിക്കുന്നത്, കൊള്ളത്തില്ല. കമലഹാസൻ കുഴപ്പമില്ല, പക്ഷേ എനിക്ക് കമലഹാസനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ STR ആണ് ഇച്ചിരി കൂടെ നല്ലതായിട്ട് തോന്നിയത്. കമലഹാസനൊക്കെ ഭയങ്കര ഓവറായ പോലെ എന്നൊക്കെ തോന്നി, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, പടം കൊള്ളത്തില്ല. നല്ല സിനിമ, അഭിനയൊക്കെ കൊള്ളാം. വലിയ പോരാ, ഇല്ല പോസിറ്റീവായിട്ടൊന്നും ഇല്ല, ഫുൾ ലാഗാണ് സിനിമ, വലിയ പോരാ. എല്ലാവരും ഭയങ്കര കൂറായിരുന്നു. കുഴപ്പമില്ല, വൺ ടൈം വാച്ച്. കമലഹാസൻ അത്യാവശ്യം കുഴപ്പമില്ല ബ്രോ. നെഗറ്റീവ് മാത്രമേ പറയാനുള്ളൂ, ഒന്നും പോസിറ്റീവ് പറയാനുള്ള. ആരും അഭിനയിച്ചിട്ടൊന്നുമില്ല. ഇങ്ങനെ വാഹനമൊക്കെ ലിപ്സിങ് പോലും കറക്റ്റല്ല, വെറുതെ കുറേ ഫൈറ്റ്. ഇത് നമ്മൾ കണ്ട എന്താണ് ഇതിലുള്ളത്, കുറേ പേര് വരുന്നു പോന്നു, എന്താണ് ഇതിൽ, കഥയൊന്നുമില്ല ഇതിൽ. സിനിമ 215 രൂപ നഷ്ടം. ഇത് കമലഹാസൻ മണിരത്നം ഒരുമിച്ച് എഴുതിയ ഒരു സിനിമ, അതുകൊണ്ട് നമ്മൾ എന്താണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. പിന്നെ AR റഹ്മാൻ്റെ മ്യൂസിക്, ഒരു ബന്ധമില്ലാത്തൊരു മ്യൂസിക്കാണ് പുള്ളി വെച്ചേക്കണം. എന്ത് പിന്നെ തൃശ്ശ എന്തിനാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അഭിരാമിയുണ്ട്, അതും ബോറ്. കമലഹാസൻ ഇടയ്ക്കിടയ്ക്ക് മറ്റേ സോംബിയൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു സൗണ്ട്, മറ്റേ വിക്രമിൽ പുള്ളിയുടെ ഒരു സ്ലാങ് ഉണ്ടല്ലോ, അത് തന്നെ പുള്ളി പിടിച്ചേക്കും. പടം ഒന്നും ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മേക്കിങ്ങിൽ കുറച്ച് ടെക്നിക്കലി പടം നല്ല രസമുണ്ടായിരുന്നു. സൗണ്ട് അതൊക്കെ കൊള്ളാം, അല്ല അത് പടം വേസ്റ്റാണ്. എന്തോ മണിരത്നത്തിനെ പോലൊരു ഡയറക്ടർ ഒരു മിനിമം ക്വാളിറ്റി ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ഇത് ഒരു എന്താ പറയുക, വളരെ മോശം എന്ന് വെച്ചാൽ വളരെ മോശം. 10 വയസ്സ്.